കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ച ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പോളിറ്റീൻ ക്രോമസോംസ് ആർ ജോയിൻഡ് അറ്റ് എ പോയിന്റ് കോൾഡ് സെൻട്രോസോം, ക്രോമോസെൻറ്റർ, ക്രോമോമിയർ, കൈനറ്റോകോർ. ഡ്രോസോഫിലയുടെ സലൈവറി ഗ്ലാൻസിൽ C.G. ബാൽബിയാനി ഒബ്സർവ് ചെയ്ത ക്രോമസോംസ് ആണ് പോളിറ്റീൻ ക്രോമസോംസ്. ഇൻ ലാർവേ ഓഫ് മെനി ഫ്ലൈസ്, മിഡ്ജസ് ആൻഡ് സം ഇൻസെക്ട്സ്, ദി ഇൻ്റർഫേസ് ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആൻഡ് റീഡ്യൂപ്ലിക്കേറ്റ്സ് വിത്തൗട്ട് ന്യൂക്ലിയർ ഡിവിഷൻ. എ സിംഗിൾ ക്രോമസോം which is present in multiple copies form a structure called polytene chromosomes. ഇങ്ങനെ ക്രോമസോമിൻ്റെ ഡ്യൂപ്ലിക്കേഷനും റീഡ്യൂപ്ലിക്കേഷനും നടന്ന് ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ ക്രോമസോമാണ് പോളിറ്റീൻ ക്രോമസോം. ഈ പോളിറ്റീൻ ക്രോമസോംസ് ജോയിൻ ചെയ്യുന്ന ഈ കോമൺ പോയിന്റിനെയാണ് ക്രോമോസെൻറ്റർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, ക്രോമോസെൻറ്റർ. നെക്സ്റ്റ് വൺ: ഐഡൻറ്റിഫൈ ദി ഓർഗനൽ which is not involved in photorespiration. Chloroplast, peroxisome, mesosome, mitochondria. Photorespiration is the excess respiration taking place in photosynthetic cells due to absence of carbon dioxide and increase of oxygen. ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം കാർബോക്സിലേഷന് പകരം ഓക്സിജനേഷൻ എന്ന പ്രോസസ്സാണ് കാറ്റലൈസ് ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം, മൈറ്റോകോൺട്രിയ തുടങ്ങിയ സെൽ ഓർഗനൽസാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ആദ്യം ക്ലോറോപ്ലാസ്റ്റിൽ വെച്ച് RUBP റുബിസ്കോ എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ PGA ആയും അതുപോലെ ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റായും മാറുന്നു. ഈ ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റ് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആയത് കാരണം C2 സൈക്കിൾ എന്ന പേരിലും ഫോട്ടോ റെസ്പിറേഷൻ അറിയപ്പെടുന്നു. അതിനുശേഷം ഈ ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റ് ആയിട്ട് മാറുകയും ഈ ഗ്ലൈക്കോളേറ്റ് പെറോക്സിസോമിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ ഗ്ലൈക്കോളേറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡും ഗ്ലയോസൈലേറ്റുമായി മാറുന്നു. ഈ ഗ്ലയോസൈലേറ്റ് ഗ്ലൈസിനായി മാറിയതിന് ശേഷം ഈ ഗ്ലൈസിൻ മൈറ്റോകോൺട്രിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും 2 ഗ്ലൈസിൻ മോളിക്യൂൾ കൂടി ചേർന്ന് സെറിനായി മാറുകയും ചെയ്യുന്നു. ഈ സെറിൻ വീണ്ടും പെറോക്സിസോമിനകത്തേക്ക് പ്രവേശിച്ച് ഹൈഡ്രോക്സി പൈറുവേറ്റായും പിന്നീട് NADH+H+ൻ്റെ സഹായത്തോടു ഗ്ലിസറേറ്റായും മാറുന്നു. ഈ ഗ്ലിസറിക് ആസിഡ് ക്ലോറോപ്ലാസ്റ്റിനകത്ത് പ്രവേശിച്ച് ഒരു ATPയുടെ സഹായത്തോടു കൂടി ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറി കാൽവിൻ സൈക്കിളിൽ പ്രവേശിക്കുന്നു. ഈ രീതിയിലാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, മീസോസോം. നെക്സ്റ്റ് വൺ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്? Brown rust of wheat, black rot of crucifers, late blight of potato, red rot of sugarcane. ഇതിനകത്ത് ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ് ഒരു ഫംഗൽ ഡിസീസാണ്. അതുപോലെ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ഒരു ഫംഗൽ ഡിസീസാണ്. റെഡ് റോട്ട് ഓഫ് ഷുഗർകെയിനും ഒരു ഫംഗൽ ഡിസീസാണ്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. നെക്സ്റ്റ് വൺ: ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഡസ് നോട്ട് കം അണ്ടർ ദി ഈവിൾ ക്വാർട്ടറ്റ്. ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ, കോ എക്സ്റ്റിങ്ഷൻ, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് ഈവിൾ ക്വാർട്ടറ്റ് എന്നറിയപ്പെടുന്നത്. ഇവയാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ലോസ് ഓഫ് ഹാബിറ്റാറ്റ്, introduction of exotic species
ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ എന്നിവ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. നെക്സ്റ്റ് വൺ, ചൂസ് ദി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ജെൽ ഇലക്ട്രോഫോറസിസ്. DNA fragments are forced to move towards the anode under an electric field. Exposure to UV radiation is required. DNA fragments can be visualized by adding agarose. DNA fragments separate according to their size. Mixture of DNA, RNA, പ്രോട്ടീൻ എന്നിവ അവയുടെ മോളിക്കുലാർ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലബോറട്ടറി മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്, the molecules to be separated are pushed by an electrical field through a gel that contain small pores. ഇനി ഇതിൽ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. DNA fragments are forced to move towards the anode under an electric field. DNA-യുടെ ചാർജ് നെഗറ്റീവ് ആയത് കാരണം ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ആനോഡിലേക്കായിരിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റാണ്. എക്സ്പോഷർ ടു UV റേഡിയേഷൻ ഈസ് റിക്വയർഡ്, ഇതും കറക്റ്റാണ്. DNA fragments can be visualized by adding agarose, ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. DNA fragments separate according to their size, ഇതും കറക്റ്റാണ്. അതുകൊണ്ട് ആൻസർ സി ആണ്, DNA fragments can be visualized by adding agarose. Next one, a nucleoside includes nitrogen bases only, nitrogen bases and sugar, nitrogen bases and phosphate, phosphate and sugar. ഒരു നൈട്രജൻ ബേസും ഷുഗറും ചേർന്നാണ് ഒരു ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുന്നത്. ഈ ന്യൂക്ലിയോസൈഡുമായി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താണ് ഇതൊരു ന്യൂക്ലിയോ ടൈഡായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, നൈട്രജൻ ബേസ് ആൻഡ് ഷുഗർ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ 4-carbon കോമ്പൗണ്ട് ഫോംഡ് ഡ്യൂറിങ് ക്രെബ്സ് സൈക്കിൾ? സക്സിനിക് ആസിഡ്, മാലിക് ആസിഡ്, ഫ്യൂമറിക് ആസിഡ്, സിട്രിക് ആസിഡ്. ഇതിനകത്ത് സക്സിനിക് ആസിഡ് ഒരു 4-carbon കോമ്പൗണ്ടാണ്, മാലിക് ആസിഡ് ഒരു 4-carbon കോമ്പൗണ്ടാണ്, ഫ്യൂമറിക് ആസിഡ് ഒരു 4-carbon കോമ്പൗണ്ടാണ്. അതേസമയം സിട്രിക് ആസിഡ് ഒരു 6-carbon കോമ്പൗണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, സിട്രിക് ആസിഡ്. അതുപോലെ തന്നെ ഓക്സാലോ അസറ്റിക് ആസിഡ് ഒരു 4-carbon കോമ്പൗണ്ടാണ്. അതുപോലെ പൈറുവിക് ആസിഡ് ഒരു 3-carbon കോമ്പൗണ്ടാണ്. അതുപോലെ അസറ്റൈൽ കോഎൻസൈം എ ഒരു 2-carbon കോമ്പൗണ്ടാണ്. നെക്സ്റ്റ് വൺ, ദി ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് അഗാരിക്കസ് ഈസ് ആസ്കോകാർപ്പ്, സ്യൂഡോകാർപ്പ്, ക്രീമോകാർപ്പ്, ബസിഡിയോകാർപ്പ്. ബസിഡിയോമൈസീഡ്സിൽ വരുന്ന ഒരു ഫംഗസാണ് അഗാരിക്കസ്. ബസിഡിയോമൈസീഡ്സിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ബസിഡിയോകാർപ്പ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അതുപോലെ തന്നെ ആസ്കോമൈസീഡ്സിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ആസ്കോകാർപ്പ് എന്നറിയപ്പെടുന്നത്. ആസ്കോമൈസീഡ്സിന് എക്സാമ്പിൾസാണ് ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ തുടങ്ങിയവ. സ്യൂഡോകാർപ്പ് എന്നറിയപ്പെടുന്നത് ഫാൾസ് ഫ്രൂട്ടാണ്. അതുപോലെ ക്രിമോകാർപ്പ് എന്നറിയപ്പെടുന്നത് ഒരു ഡ്രൈ ഡെഹിസൻ ഫ്രൂട്ടാണ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ്സ്? അസറ്റോബാക്ടർ അസറ്റി, ലാക്ടോബാസിലസ്, ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം, സ്ട്രെപ്റ്റോകോക്കസ്. അസറ്റിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ അസറ്റി. ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. അതുപോലെ ബ്യൂട്ടറിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രിഡിയം. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, സ്ട്രെപ്റ്റോകോക്കസ്. സിട്രിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗസാണ് ആസ്പെർജില്ലസ് നൈഗർ. അതുപോലെ സക്കാരോമൈസിസ് സെർവീസിയെ എന്ന ഈസ്റ്റാണ് എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്.
മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ബ്ലഡ് വെസൽസിൽ ഫോം ചെയ്യുന്ന ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലോട്ട് ബസ്റ്ററാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെപ്റ്റോകൈനേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയകളിൽ നിന്നാണ്. മറ്റൊരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സൈക്ലോസ്പോറിൻ എ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിൽ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റായാണ് സൈക്ലോസ്പോറിൻ എ ഉപയോഗിക്കുന്നത്. ഈ സൈക്ലോസ്പോറിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന ഫംഗസിൽ നിന്നാണ്. അതുപോലെ തന്നെ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻ്റായ സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊണാസ്കസ് പർപ്യൂറിയസ് എന്ന ഈസ്റ്റിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, ദി ഡെൻ്റൽ ഫോർമുല ഇൻ ഹ്യൂമൻ ഈസ് 2132/2132, 1223/1223, 1232/1232, 2123/2123. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഡി ആണ്. ഹ്യൂമൻ ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത് 2123/2123 ആണ്. അതേസമയം മിൽക്ക് ടീത്തിൻ്റെ ഡെൻ്റൽ ഫോർമുല 2102/2102 ആണ്. മിൽക്ക് ടീത്തിൽ ആകെ പല്ലുകളുടെ എണ്ണം 20 ആണ്. നെക്സ്റ്റ് വൺ, ബ്ലഡ് ഗ്രൂപ്പ് വിത്ത് നോ ആൻറ്റിബോഡീസ് ഇൻ പ്ലാസ്മ ഈസ് ബി ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. 4 ബ്ലഡ് ഗ്രൂപ്പാണ് മനുഷ്യനിൽ കാണപ്പെടുന്നത്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. എ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആൻറ്റിജനാണ് എ ആൻറ്റിജൻ, അതുപോലെ ആൻറ്റിബോഡി ആൻറ്റി ബി. ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി, ആൻറ്റിബോഡി ആൻറ്റി എ. എ ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ എ ആൻഡ് ബി, നോ ആൻറ്റിബോഡീസ്. ഒ ഗ്രൂപ്പ് നോ ആൻറ്റിജൻസ്, ആൻറ്റിബോഡി ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, എ ബി ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ഹ്യൂമൻ റേസ് ഈസ് ഹോമോ ഹബിലിസ്, ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ആർഡിപിത്തക്കസ് റാമിഡസ്. ഈ തന്നിരിക്കുന്ന ചോയ്സിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള മെമ്പറാണ് ആർഡിപിത്തക്കസ് റാമിഡസ്. അതിനുശേഷം വരുന്ന മെമ്പറാണ് ആസ്ട്രലോപിത്തക്കസ് അഫറൻസിസ്, അതിനുശേഷം ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസിന് ശേഷമാണ് ഹോമോ നിയാൻഡർതാലൻസിസ് വരുന്നത്. അതുകൊണ്ട് ആൻസർ ഡി, ആർഡിപിത്തക്കസ് റാമിഡസ്. നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഹാലോഫൈൽസ്. ദേ ലിവ് ഇൻ സാൾട്ടി ഏരിയാസ്, ദേ ആർ യൂബാക്ടീരിയ, they live in marshy areas, they produce biogas. സാൾട്ടി ഏരിയാസിൽ കാണപ്പെടുന്നവരെയാണ് ഹാലോഫൈൽസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. കേടെറ്റ് നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ച കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.